കാവ്യയുടെ കണ്ണിൽ മാധവൻ ഒരു സക്സസ്ഫുൾ ഹസ്ബൻഡ് അല്ല അല്ലേ? ഒളിച്ചോടി പോയി കെട്ടിയതുകൊണ്ട് അവള് പറയില്ല സാറേ. ഞാൻ പറയാം, അവനൊരു അലവലാതിയാന്നേ. കുടിക്കാൻ അവന്റെ കാശുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ ഗോവയിലോ സിംഗപ്പൂരോ ഒരു വീക്കെൻഡെങ്കിലും അവളെ കൊണ്ടുപോയിട്ടുണ്ടോ സാറിന് ചോദിച്ചു നോക്കിക്കേ. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു 4 ആളെ വിളിച്ചു വരുത്തി ഒരു വെൽവെറ്റ് കേക്ക് കെട്ടാൻ അവന്റെ കാശില്ല. എന്തിന്? മാസം തോറും ആ ജയലക്ഷ്മിയിലോ ഷീമാട്ടിയിലോ കൊണ്ടുപോയി ഒരു 10-20 സാരി, അതിന് പോലും ആ കഞ്ഞിയെ കൊണ്ട് കഴിയുന്നില്ല. ഭർത്താവാണത്രേ. ഇതുവരെ മൾട്ടിപ്ലക്സിൽ കൊണ്ടുപോയി ഒരു സിനിമ കാണിച്ചിട്ടുണ്ടോന്ന് വക്കീലൊന്ന് ചോദിച്ചു നോക്കി. അതുമല്ല, കാവ്യമോള് ഹോസ്പിറ്റലിലെ ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് അവന്റെ അടുക്കള കിടന്ന് നരകിക്കുക. അപ്പോ കിടപ്പ് അടുക്കളയിലാണ്. രാത്രിയിൽ അവന് കഞ്ഞിയെ ഇറങ്ങൂ. അത് കുടിക്കാമോ? ഷുഗർ അല്ലേ? കഞ്ഞി ബെസ്റ്റ് അല്ലേ? കഞ്ഞി കുടിച്ചിട്ട് ഇതുവരെ ഒരു മലയാളി മരിച്ചിട്ടില്ല. പോത്തമ്മക്കില് പോയിന്റ് പറ. പറയാം. പോയിന്റ് നമ്പർ 1, മദർ ഇൻ ലോ പറയുന്നു സൺ ഇൻ ലോ ഒരു കഞ്ഞിയാണ്. എക്സാക്ട്ലി. മാധവന്റെ ഭാഗം പറയാൻ ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് മാധവന് വേണ്ടി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. എന്നോടൊന്നും തോന്നരുത്. വെഡിങ് ആനിവേഴ്സറിക്ക് 2000 ബക്സിന്റെ ബട്ടർ കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. ലുലു മാളിലും ഷീമാട്ടിയിലും മാസം കൊണ്ടുപോയി 25,000 രൂപ സാരി വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. അമ്മായിയമ്മയ്ക്ക് സീരിയൽ കാണാനും ഭാര്യയ്ക്ക് സ്റ്റാർ TV കാണാനും 2 TV വാങ്ങാൻ പാങ്ങില്ലാത്തവനെ കഞ്ഞി എന്ന് വിളിച്ച് അവമാനിക്കരുത്. അടുക്കള കൊട്ടാരമാക്കാനും ഭാര്യ ഐശ്വര്യ റോയെ പോലെ അണിയിച്ചൊരുക്കാനും പാങ്ങില്ലാത്തവൻ ദണ്ഡം വരുമ്പോൾ കുടിക്കും. അവരുടെ സങ്കടത്തിന്റെ നീളമാണ് ബിവറേജസ് കോർപ്പറേഷന് മുമ്പിൽ കാണുന്ന നീണ്ട ക്യൂ. നോ താങ്ക്സ്, ഞാൻ ജ്യൂസേ കുടിക്കും. കാവ്യ ഭർത്താവിനെ മനസ്സിലാക്കണം. വിജയിച്ച ഭർത്താക്കന്മാർക്ക് മാത്രമുള്ളതല്ല ഈ ഭൂമി. തോറ്റുപോയ ഭർത്താക്കന്മാർക്കും ഇവിടെ ജീവിക്കണം. കാവ്യ ഒരു നേഴ്സല്ലേ. മദ്യപാനം ഒരു രോഗമാണ്. രോഗിയെ ഉപേക്ഷിക്കലല്ല, ശുശ്രൂഷിക്കലാണ് നഴ്സിന്റെ ഡ്യൂട്ടി. വല്ലവരുടെയും വാക്കുകേട്ട് ദാമ്പത്യം വെട്ടിമുറിക്കുമ്പോൾ മുറിവേൽക്കുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കും ഭർത്താവിനുമാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സോറി സർ, എനിക്ക് ഡിവോഴ്സ് വേണ്ട. മോളെ കാവ്യ, അമ്മ ഇനി ഈ കാര്യം പറഞ്ഞതിനെ നിർബന്ധിക്കരുത്. മോളെ അമ്മ പറയട്ടെ. മാധവേട്ടനെ ഞാൻ എന്തായാലും ഉപേക്ഷിക്കില്ല. ഇതാണ് സ്നേഹമുള്ള ഭാര്യ. ഇത് അമ്മായി അമ്മ. എടോ വക്കീലേ, താനിതിനെ അനുഭവിക്കും. കൊടുങ്ങല്ലൂർ അമ്മയാണ്. താനും തന്റെ ഭാര്യയെ തല്ലി പിരിഞ്ഞ് ഡൈവേഴ്സായി മുടിഞ്ഞു പോകും. നോക്കിക്കോ. അടുത്ത വിശേഷം പോടാ ഞെരുപ്പിരുവല്ലോ. വന്നു കയറിയ ധനലക്ഷ്മി ബാങ്കിനെയാ സാർ കലിപ്പാക്കി വിട്ടത്. ഇതൊരു മതി കച്ചറ ചീത്തായി പോയി. ഡൈവോഴ്സ് പോയെന്ന് മാത്രമല്ല, ആ തള്ളയുടെ വക കൊട്ടേഷൻ മേടിക്കുകയും ചെയ്ത്. ഹാപ്പി ആയല്ലോ. തൊലിയാണ്. ആ സ്ത്രീയുടെ 3 ഡൈവോഴ്സ് നടത്തിയത് ഞാനാ. അതൊന്നും പോരാതെ കൊതി തീരാഞ്ഞിട്ട് ആ സ്ത്രീ ഇറങ്ങിയിരിക്കുക മകളുടെ താലി പൊട്ടിക്കാൻ. ചിലർക്ക് അങ്ങനെയാ, താലി അലർജിയാ. ചില വക്കീലന്മാർക്ക് കേസും. അടുത്താരാ? IT വൈഫ് പോക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു IT കാരൻ വന്നിട്ടുണ്ട്. രോമാഞ്ച് റോമ ഇഞ്ച്. വിളിക്ക്. രോമാഞ്ച്. മിസ്റ്റർ രോമാഞ്ച്. ഐ വോണ്ട് ഡിവോഴ്സ്. പണം എനിക്കൊരു പ്രശ്നമല്ല. അത്താണ്. സാർ ആദ്യം കൗൺസിൽ ചെയ്യാനൊക്കെ നോക്കും. പതറരുത്. മിസ്റ്റർ രോമാഞ്ച്, നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചിക്കണം. ബാക്കി ഞാനുണ്ട് കൂടെ. വാ, കമോൺ. ഭാര്യയുടെ നമ്പർ ഉണ്ടോ? അച്ഛനെങ്ക? അച്ഛൻ താഴെയുണ്ട്. കൂടെ ആ കനിയാൻറ്റി ഉണ്ട്. LP അറിഞ്ഞോ? തൃപ്പൂണിത്തറയിലെ ഒരു മകൻ അമ്മേനെ കഴുത്തെടുത്ത് കൊന്നൂന്ന്. ഷൂട്ട് ചെയ്ത ഫൂട്ടേജ് കണ്ടിട്ട് എന്റെ പൊന്നോ സഹിച്ചില്ലട്ടോ. അവൻ വല്ല ബീഹാറി ആയിരിക്കും. എന്റെ പൊന്നു ക്ഷേമടത്തി, അവൻ ബീഹാറിയല്ല, നല്ല 1-ാം തരം മലഹാറിയ. സ്വന്തം ഭാര്യയുടെ ചാരിത്രത്തിൽ സംശയം തോന്നിയ അച്ഛൻ മകനോട് പറഞ്ഞു, വെട്ടണ നിന്റെ അമ്മയുടെ കഴുത്തുന്നു. കേട്ട പാതി മകൻ കോടാലിയുടെ തുരട്ട കീച്ചാണ്. അമ്മയുടെ തല വേറെ, ഉടല് വേറെ. ആ മകൻ അതേ കോടാലി കൊണ്ട് എറിഞ്ഞുണ്ടാക്കിയ നാടാണ് ഈ ശ്യാമസുന്ദര കേദാര ഭൂമി. ഈ കേദാര ഭൂമിയിൽ ജനിച്ചവരാരും മോശമല്ല. അമ്മയല്ല, ആരെ വേണേ തട്ടും. കോടികളുടെ മുകളിൽ ഞാൻ തീകൂരിട്ടത്. അല്ല, പറയായിരുന്നേ, തമിഴന്മാര് പണിമുടക്കിയ മലയാളിയുടെ കഞ്ഞൂടി മാത്രമല്ല, ഇസ്ത്രീ ഇടലും മുട്ടും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇന്നലെ പച്ച വരാത്തോടെ ഞാൻ ചുളുങ്ങിയ കോട്ടിട്ടുണ്ടാ കോടതി പോയത്. ആ കേസ് മര്യാദക്ക് നടത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഏതായാലും ഈ പണി പഠിച്ചിട്ട് തന്നെ പിന്നത്തെ കാര്യം. പ്രതിസന്ധികൾ മനുഷ്യന് മാറ്റുരച്ച് നോക്കാനുള്ളതാണ്. പോയോ? മലയാളികളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അപ്പൊ ഞാൻ പോട്ടെ. അല്ല, അപ്പൊ ഈ ചുരിദാർ തേച്ചിരാന്ന് പറഞ്ഞിട്ട് നല്ലവണ്ണം അമർത്തി തേച്ചോളൂ. ആ കൊളസ്ട്രോൾ ഒക്കെ അങ്ങോട്ട് ഇളകി പോട്ടെ. മിസ്റ്റർ LP, ക്ഷേമെടുത്തി തേക്കാൻ അറിയോ?
എൻ്റെ പൊന്നു ടീച്ചറെ, ടീച്ചറുടെ കേസ് ഞാൻ പഠിച്ചു. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ താലി ഇറക്കേണ്ടി വരും. നിങ്ങളോട് ആരാ മണിയറ കുമ്പസാര കൂടാക്കാൻ പറഞ്ഞത്? ടീച്ചറെ, ആദ്യ രാത്രിയിൽ വധൂവരന്മാർ പഴയ കാര്യങ്ങൾ റീവൈൻഡ് ചെയ്യരുത്, ഫോർവേഡ് ചെയ്യരുത്. ഓൺലി പ്ലേ 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 പ്ലേ. 5 അബോർഷൻ വരെ ചെയ്ത പെണ്ണുങ്ങൾ ആദ്യ രാത്രി പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ പൊന്നു ചേട്ടാ, എനിക്ക് പേടിയാവും. പിന്നല്ലേ പണ്ടെങ്ങാണ്ടൊരു ഫ്രണ്ടിൻ്റെ കൂടെ കൊടൈക്കനാലിലൊന്ന് കറങ്ങാൻ പോയ ടീച്ചറുടെ ഫ്ലാഷ് ബാക്ക്. ടീച്ചറെ, ചില പാപങ്ങൾ തുറന്നു പറയാനുള്ളതല്ല, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട്. കേട്ടാൽ അവർ തകർന്നു പോകും. നീ എന്താ കഴിക്കാത്തത്? സോറി, ഇവിടെ പറഞ്ഞ ടീച്ചറെ. പിന്നെ ടീച്ചറെ, ഫീസ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പേഴ്സ് എടുക്കാൻ മറന്നുപോയെന്ന് പറയല്ലേ? പെട്രോളിനൊക്കെ വില കുറച്ചിട്ട് എന്നാ കൂട്ടിരിക്കാന്ന് അറിയാവോ? ശരി 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 ശരി. കല്യാണം നടത്താൻ ലക്ഷക്കണക്കിന് ചിലവാക്കും. ഡൈവേഴ്സിന്റെ കാര്യം വരുമ്പോ 10 പൈസ കൊടുക്കൂല. അച്ഛാ, എനിക്കൊരു ഡൗട്ട്. നമ്മുടെ അമ്മയ്ക്ക് വല്ല ലൈനും ഉണ്ടോ? എപ്പോഴും എന്തോ തിങ്ക് ചെയ്തോണ്ടിരിക്കുക. ഐൻസ്റ്റീനും ഭയങ്കര ചിന്തിങ് ആയിരുന്നു. പിന്നെ നീയൊക്കെയല്ലേ സൈസ്. വലുതാവുമ്പോ എന്താവുമെന്ന് ഓർത്ത് ഏതമ്മയ്ക്കാണ് ചിന്തയില്ലാത്തൊരു ചിന്ത. അവിടെ ഉണ്ടാക്കിയത് വെട്ടി വിഴുങ്ങിട്ട് അവിടെ തന്നെ കുറ്റം പറഞ്ഞു. ഒരു ഡൗട്ട് ചോദിക്കാനും പാടില്ല. ഒന്നുമില്ല. ഞാൻ ഗേറ്റ് അടക്കുമായിരുന്നു. പുറത്ത് മുഴുവൻ പട്ടികളാ, പേപ്പട്ടികൾ. രഞ്ജിനി ഹരിദാസിനെ ഒന്ന് കാണട്ടെ. കഴിഞ്ഞ ആഴ്ച പാവം കരിയുടെ സ്കൂട്ടറിന്റെ സീറ്റ് ഏതോ പട്ടികൾ കടിച്ചു കയറിയത്. വാ. വാ. അച്ഛാ, എന്നെ ഇന്ന് അവഞ്ചേഴ്സ് കാണിക്കോ? അതൊക്കെ തീരുമാനിക്കുന്ന എന്റെ ഭാര്യ. നമ്മൾ എങ്ങും പോകുന്നില്ല. ഈ അമ്മ ഭയങ്കര ബോറാവുന്നുണ്ടേ. എടി മോളെ, അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്. നീ വല്ലപ്പോഴും ഉഴപ്പി തോറ്റു കൊടുക്ക്, എന്നാലേ നീ എൻ്റെ മോളാവുള്ളൂ. അച്ഛാ, മലയാളത്തിലെ 3 എഴുത്തുകാരുടെ പേര് പറയാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത്, രഞ്ജി പണിക്കർ, ബെന്നി പി നായരമ്പലം. പൂത്ത വക്കീലേ.